ഇന്നത്തെ യാത്ര റിയാദിൽ നിന്ന് ദമാമിലേക്കാണ്. പെട്ടെന്ന് ശരിക്കും ഞങ്ങൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ പ്ലാൻ മാറ്റി വെള്ളിയാഴ്ച രാവിലെ പോകാനായി. രാവിലെ ഒരു 9 മണിക്കൊക്കെ പോകാമെന്ന് കരുതിയെങ്കിലും ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 10-10:30 10:45 ആയി. പോകുന്ന വഴിയിൽ റിയാദ് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1.5 അവർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 സൈഡിലും മരുഭൂമിയാണ്. റെഡ് സാൻഡ് ആണേ, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ റെഡ് സാൻഡ്, ഈ മരുഭൂമി 3 കളറിലുണ്ട്: റെഡ് സാൻഡ്, വൈറ്റ് സാൻഡ്, യെല്ലോ സാൻഡ്. യെല്ലോ മീൻസ് തവിട് കളർ. ഇവിടെ ഫുള്ള് റെഡ് സാൻഡ് കൂടുതൽ. വൈറ്റ് നമ്മള് ദമാം എത്തുമ്പോഴത്തേക്ക് അവിടെ ഉള്ളത് വൈറ്റ് സാൻഡ്. അപ്പുറത്തെ സൈഡ് കണ്ടു നല്ല റെഡ് സാൻഡ്, പക്ഷെ ഇത് കണ്ടു ഒരു വൈറ്റ് സാൻഡ്. ഇത് ഇവിടെ കണ്ടു, ഇത് റെഡ് സാൻഡ്. അത് കൊള്ളയില്ലേ? ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ് സാൻഡ്, ഇപ്പുറത്തെ സൈഡ് റെഡ് സാൻഡ്. ഇനി എത്ര മണിക്കൂറുണ്ട്? 2 മണിക്കൂറും 43 minutes. അതെ, 2 മണിക്കൂർ 43 minutes. 2 hours 43 minutes. നമ്മൾ ആദ്യമായിട്ട് ദമാം പോയതാണ്. മറക്കാൻ പറ്റില്ലല്ലോ. സാൻഡ് ഇത് സാൻഡ് കണ്ട ടൈമില് ആക്രാന്തം മൂത്തിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. ഇഡലി ദോശ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഭംഗിയുള്ള സ്ഥലം നോക്കി ഇറങ്ങിയത് ഇതുപോലെ മരുഭൂമിയില് നല്ല റെഡ് സാൻഡ് ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാന്ന് വെച്ച് വണ്ടിയൊക്കെ തകർത്ത്. നീ പറഞ്ഞ നമുക്ക് ഇവിടെ നിർത്തിയാൽ മതി. എവിടുന്നത് കേൾക്കത്തില്ല. കുറച്ചുകൂടെ ഒക്കെ നീക്കി നിർത്തി. ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് വണ്ടി കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നില്ല, വണ്ടി പുറകെ പോയി. പിന്നെ മനു റോഡിൽ പോയി വണ്ടികൾക്ക് കൈ കാണിക്കലായി. പിന്നെ ഒരു അറബി നിർത്തിയില്ലേ, ഒരു ഫാമിലി ആയിട്ട് വന്ന ഒരു അറബി നിർത്തി. പിന്നെ കുറച്ച് ഈജിപ്തുകാരില്ലേ, അത് കുറച്ച് ബാച്ചിലേഴ്സ്, അവരും കൂടി നിർത്തി. അറബിയുടെ വണ്ടിയുടെ ബാക്കില് എന്താന്ന് പറയുന്നത് റോപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് വണ്ടി വലിച്ചു നീക്കി റോഡിൽ എത്തിച്ച്. അയ്യോ, ഫസ്റ്റ് ഇവിടെ ഇപ്പൊ എപ്പോ വന്നാലും ഫസ്റ്റ് ഓർമ്മ വരുന്നത് അതാ. അതിനുശേഷം അങ്ങനെ അബദ്ധം പറ്റിയിട്ടില്ല ഇല്ലേ? അത് ഫസ്റ്റ് ആദ്യമായിട്ട് മരുഭൂമി ഇത്രയും അടുത്ത് കണ്ട ഒരു ടൈം ആയിരുന്നില്ല ഇങ്ങനെ റോഡിലൂടെ വന്നപ്പോഴത്തേക്ക്. ആ ആക്രാന്തത്തിന് കേറി നിന്ന് കൊടുത്തതാ. നല്ല രസാണ് മരുഭൂമി കാണാന്. പാമ്പ് ചൂട് സമയത്തും ഉണ്ട്, തണുപ്പ് സമയത്തും ഉണ്ട്. ഏറ്റവും കൂടുതൽ വിഷമുള്ളത് മരുഭൂമിയിലെ പാമ്പുകൾക്കാണെന്നാ പറയുന്നത്. ഇത് അതങ്ങനെ ഉപദ്രവിക്കത്തില്ലടാ. നമ്മള് കയറി അറിയാതെ ചവിട്ട്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു മരുഭൂമിയിലെ പാമ്പുകൾക്ക് സെയിം ഈ മരുഭൂമിയുടെ മണ്ണിന്റെ കളറ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല പാമ്പ് അവിടെ ഉണ്ടെന്ന്. അതാണ് പ്രശ്നം. അപ്പൊ അറിയാതെ കയറി ചവിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് പണി കിട്ടുന്നത്. പക്ഷെ ഏറ്റവും വിഷമുള്ള പാമ്പ. എനിക്കൊന്ന് വിഷം മുറ്റിയിരിക്കുകയല്ലേ മരുഭൂമിയിലല്ലേ, എന്നിട്ട് വിഷം മുറ്റി നമ്മളിവിടെയൊക്കെ എനിക്ക് നമ്മള് എപ്പോ ദമാമ് വന്നാലും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നിർത്തി മരുഭൂമി കാണാറുണ്ട് അല്ലേ? ഇനി സമയമില്ല, 2 മണിയാകുമ്പോ അവിടെ എത്തണം. വെള്ളത്തിന്റെ ആയിരിക്കും. ഞാൻ അത് കാണിച്ചു തരാം. ഇതാ പൈപ്പ് ലൈൻ, വെള്ളത്തിന്റെ കണക്ഷൻ ആയിരിക്കാം. ഇതാ മരുഭൂമിയിലൂടെ ഒരു കാർ ഓടിച്ചു. ഞാനിവിടെ വന്നപ്പോ തൊട്ടിത്താ കാണുന്നത് അല്ലേ മോനെ?
അങ്ങനെ വരുന്ന വഴിയിൽ 2 സൈഡിൽ റെഡ് സാൻഡും വൈറ്റ് സാൻഡും ഒക്കെ കണ്ട് നമ്മൾ ദമാമെത്തി. എനിക്ക് തോന്നുന്നു ഒരു 2 മണി, നമ്മൾ 2 മണിക്ക് മുമ്പ് എത്തിയായിരുന്നു ദമാം. പക്ഷേ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ലഞ്ച് ശരിക്കും കഴിച്ചില്ല. കല്യാണി ഒന്നും കഴിക്കാൻ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കല്യാണിക്ക് വാങ്ങിക്കൊടുക്കാൻ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 മണിക്ക് മുമ്പ് എത്തിയിട്ടും കറക്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 2:05 ആയിരുന്നു, 2:05 2:10 ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ എൻ്റെ പാസ്പോർട്ടല്ല, എൻ്റെ കല്യാണിയുടെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. എപ്പോഴും ദമ്മാമി വന്നാലും എപ്പോഴും പ്ലാൻ ചെയ്യുന്നതാണ് ഇത്ര കാണാൻ പോകണമെന്ന്. പക്ഷേ നമ്മൾ ഈ ബീച്ചൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ സമയം കിട്ടാറില്ല. നമുക്ക് നേരത്തെ റിയാദിൽ എത്തണമല്ലോ. പിന്നെ രാത്രി യാത്രകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതങ്ങനെ എപ്പോഴും നടക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇത്രയൊക്കെ ഒന്ന് പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ബഹ്റൈൻ ബ്രിഡ്ജ്, സൗദി രാജാവ് ബഹ്റിന് നൽകിയ ഒരു സമ്മാനമാണ് ഈ കിങ് ഫഹദ് കോസ്വേ. സൗദിയിലെ അൽ ഖുബാറിനും ബഹ്റിനിലെ അൽ ജസ്രയ്ക്കും ഇടയിലെ ഒരു പാലമാണിത്. 25 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഈ പാലം 1986 ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. ഇന്ന് 3 പതിറ്റാണ്ടുകളാണ് കടന്നിരിക്കുന്നത്. ഈ 36 വർഷത്തിനിടയിൽ സൗദി അറേബ്യയുടെയും ബഹ്റിൻ്റെയും വളർച്ചയുടെ ചരിത്രത്തിലെ അത്യപൂർവ നേട്ടങ്ങളാണ് 25 കിലോമീറ്റർ നീണ്ട ഈ പാത സാധ്യമാക്കിയത്. അരമണിക്കൂറിനുള്ളിൽ 2 രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പകല് കാണുന്നത് പോലെ തന്നെ ഭംഗിയാണ് രാത്രിയിൽ. ഇവിടെ 2 സൈഡിലും നല്ല ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങൾ വിസയൊക്കെ ഒന്ന് റിന്യൂ ആക്കിയിട്ട് വരാമെന്നേ. ഇന്ന് ഞങ്ങൾ ഇനിയും പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ സീഷെൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫ്രഷായ ഫിഷിനെ ഗ്രില്ല് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണം. അത് ശരിക്കും ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു ഡക്ക് ലേക്ക് അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ എപ്പോഴും നോക്കുന്നതാണ്. അവിടെ തെങ്ങ് നിപ്പുണ്ട്. ഒരു 3-4-5 തെങ്ങുണ്ടെന്ന് തോന്നുന്നു. ഞാനപ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു, ഇവിടെയാണ് തെങ്ങ്, കണ്ടു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അപ്പോൾ തെങ്ങിൻ്റെ വീഡിയോ എടുത്തതാണ്. പക്ഷെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ ഡക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ വിസ റിന്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോബാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഡക്കിലേക്ക് കാണാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന അതൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോകണം. നല്ല വിശപ്പുണ്ട്. ഇനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം. ഞാനിങ്ങനെ മീൽസ് കഴിക്കുന്ന, എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ മീൽസ് ഞാൻ ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞത് ചോറ് മേടിച്ച് വെക്കണേന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ചോറൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല എന്നിങ്ങനെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഫിഷ് ഗ്രില്ല് ചെയ്തത് കഴിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ. നല്ല അടിപൊളിയായിരുന്നു. ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒട്ടും ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയായിരുന്നു. ഒന്ന് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഡക്ക് ലേക്ക് കാണാൻ പോകാം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. റിയാദിന് വന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് കോബാർ കാണുമ്പോഴത്തേക്ക് എത്ര കണ്ടാലും മതി വരില്ല. എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ, വീണ്ടും വീണ്ടും വരാനും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന സ്ഥലം. റിയാദിലാണെങ്കിൽ കടലില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാം, പിന്നെ കോർണിഷ്, അങ്ങനെ ഭയങ്കര രസമാണ്. എത്ര കണ്ടാലും ഭയങ്കര ഭംഗിയാണ്. കോബാർ കാണാൻ എന്തോ ഒരു പ്രത്യേക സൗന്ദര്യം കോബാറിനുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഫുള്ള് റോഡിൽ നല്ല ഭംഗിയായിരുന്നു. കാഴ്ചകളൊക്കെ കാണാൻ തന്നെ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഫുള്ളായിട്ട്. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ രാത്രി പെട്ടെന്ന് തന്നെ ഇരുട്ടുന്നുണ്ടായിരുന്നു. ഒരു 5 മണിയാകുമ്പോഴേ നല്ല ഇരുട്ട് വീഴും. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു സമയം ഒരു 5 മണി 5:15 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഫുള്ള് നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഡക്കിലേക്ക് പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടായിരുന്നു. പക്ഷെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കടൽ ഉൾവലിഞ്ഞതും കാണാൻ പറ്റും. പക്ഷേ എവിടെയാണ് വെള്ളം എന്നുള്ളത് അങ്ങനെ കാണാൻ പറ്റില്ല. ഉൾവലിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡക്ക് ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല വെട്ടമുണ്ടല്ലോ. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. പക്ഷെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഇതായിരുന്നു ഈ ഒരു വെട്ടമായിരുന്നു ഉള്ളത്. പെട്ടെന്ന് ഇരുട്ടുന്നുണ്ടായിരുന്നു.
ഇവിടെ തന്നെയാണ് കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു ലേക്കുണ്ട്. അവിടെയാണ് ഈ കുറച്ച് താറാവുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ആ താറാവിനൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ അതിന് ചുറ്റും ഓടിച്ചിട്ട് കളിച്ച് നടപ്പുണ്ട്. പിന്നെ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഈ പില്ലർ. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്താ എനിക്ക് തോന്നുന്നു മറ്റേ 5 പില്ലർ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ കുറേ സംഭവങ്ങൾ എനിക്കറിയില്ല, പറയാറിയില്ല. നെറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് കാണാൻ കഴിഞ്ഞത് ഇത് 13 പില്ലറുകളാണ് ഉള്ളത്. ഈ 13 പില്ലറുകൾ സൗദിയിലെ 13 റീജിയനുകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് കണ്ടത്. കാണാൻ പറ്റുമോന്നറിയില്ല, ഇതിൽ വെള്ളമില്ല, പറ്റിക്കിടക്കുക കേട്ടോ. ആ കുറച്ച് അങ്ങോട്ടൊക്കെ വെള്ളമുണ്ട്, ഇവിടെ എങ്ങും വെള്ളമില്ല. ഞാൻ നാട്ടിലെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ മാത്രമാണ് ഈ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് നേരിട്ട് കാണുന്നത്. ഇവിടെ എപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങോട്ട് വെള്ളമുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കടൽ കുറച്ചങ്ങോട്ട് ബാക്കിലോട്ടാണുള്ളത്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ചെറിയ രീതിയിൽ തിരയടിക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം ഇരുട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചു നേരം നിന്ന് നോക്കി ഇങ്ങനെ തിരയൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കാന്നൊക്കെ വെച്ചു. പക്ഷെ എന്തോ കിട്ടുന്നില്ലായിരുന്നു, ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ കുറച്ചു നേരം ഞാനും കല്യാണി അവിടെ നിന്ന് കളിയൊക്കെ ആയിരുന്നു. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം തന്നെ പോയി. കാരണം ഇരുട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഇരുട്ടി. ഇപ്പൊ സമയം ശരിക്കും ഒരു 5:15 5:30 ആ സമയമായിട്ടേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, കടല് ബാക്കിലൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും അവിടെ തിരയൊന്നും ഇല്ല. അങ്ങ് കുറച്ച് ബാക്കിലോട്ടാണ് ചെറിയ രീതിയിൽ വെള്ളം തിരിങ്ങനെ അടിച്ചു വരില്ലേ, അങ്ങനെ വരുന്നത് കുറേ ബാക്കിലോട്ട് മാറിയിട്ടാണ് വരുന്നത്. അതും ചെറിയ രീതിയിലാണ്. ഇവിടെ ശരിക്കും കടലിന് വലിയ തിരകളില്ല, ചെറിയ ഓളം മാതിരിയാണ് ഞാൻ ദമാമിലെ കടലിനെല്ലാം കണ്ടിട്ടുള്ളത്. നാട്ടിലെ കടൽ പോലെ വലിയ തിരമാലകളൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് തിരയില്ല, ഓളവും ഇല്ല, വെള്ളമേ ഇല്ല. കുറച്ചങ്ങോട്ട് ഉൾവലിങ്ങിട്ടുണ്ട് നന്നായിട്ട്. എന്നെ പഠിക്കൂ എടുത്തോ. ശരി വെള്ളം കൊറേ വലിഞ്ഞില്ലേ, കാണാൻ പറ്റില്ലല്ലോ. കുറച്ച് കാണാം. പകല് വന്നാലേ ഇല്ല, പകല് വന്നാൽ നന്നായിട്ട് കാണാം. വാ മനു, വാ. കല്ലു കല്ലു, നിന്റെ നീ ഇവിടെ വന്നു. അതാ
ഇന്നത്തെ പുതിയ തകരാം. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് ബീച്ചിൽ വന്ന് പിന്നെ ഹോട്ടലിൽ പോവാണ്. അപ്പം തീരാണ് മുമ്പേ ബൈപ്പാസ് ഷീലുവിന് പോവാണ്. ഇവിടെ അതൊന്നും വടക്ക് പറയാനില്ലല്ലോ. പപ്പി അപ്പം ഇന്ന് നമ്മൾ നല്ല ഇരുട്ടായതുകൊണ്ട് ഇനി നേരെ റൂമിൽ പോകാന്ന് വിചാരിച്ചു. അപ്പൊ കല്യാണിയൊക്കെ ഈ തണുപ്പത്ത് എ സിയോ നല്ല രസമുണ്ട്. കല്യാണിയുടെ വീട്ടില് കല്യാണിയുടെ റൂം ഇങ്ങനാണല്ലോ, പിന്നെന്താ ഇത്ര എക്സൈറ്റ്മെന്റ് അല്ലേ? പുതിയ സൈസിലെ റൂം കണ്ടത് കൊണ്ടുള്ള TV റിമോട്ടല്ലേ. ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ബീച്ചിൽ പോയിട്ട് ഇപ്പം നമ്മൾ ലോട്ടില്ല. അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാണ്. അപ്പം സൈൻ ഔട്ട്. ഗുഡ് നൈറ്റ്. My mom taking video. That I don't jump. ഞാൻ പറഞ്ഞില്ലേ നീ തന്നെ എടുത്ത് എവിടെയോ മാറ്റാ. നീ അത് നിന്റെ ബാഗ് നീ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അറിയാതെ നിന്റെ കയ്യിൽ നിന്ന് പോയതാ. അറിഞ്ഞുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ഇന്ന് പുതിയ തകരാം. ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച് ബീച്ചിൽ പോയിട്ട് ഹോട്ടലിൽ വന്നാണ്. ഇപ്പം നമ്മൾ ഒരുങ്ങിട്ട് എണീച്ച് പിന്നെ ഇനി നമ്മൾ ഒന്നും കൂടെ ബീച്ചിൽ പോവാം. ഏത് ബീച്ചിലാ പോന്നെ? ഹാഫ് മൂൺ ബീച്ച്. ഹാഫ് മൂൺ ബീച്ചിലാണ് നമ്മൾ പോന്നെ. അപ്പം ബൈ ബൈ, സീ യു. അപ്പം ഇന്നത്തെ പുതിയ ശകലം ഇന്ന് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുക അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച് ബീച്ചിൽ പോയിട്ട് റൂമിൽ വന്ന് ഉറങ്ങിട്ട് എണീച്ച് കാടിൽ വന്നു. ഇതാണ് കാട്. ഒന്നും കൂടി അപ്പം ബീച്ചിൽ പോവാ. ഇന്നലെ ബീച്ചിലല്ല നമ്മൾ പോയെ, കോർണിഷ ഇന്നലെ പോയെ. ഇന്ന് നമ്മള് ഹാഫ് മൂൺ ബീച്ച് പറഞ്ഞില്ലേ. ഇന്ന് നമ്മൾ ഹാഫ് മൂൺ ബീച്ചിൽ പോവാ. അപ്പം എന്റെ പപ്പന്റെ കീ ലാസ്റ്റായി പോയി. അപ്പം പപ്പ പോയി ഓടി കണ്ടുപിടിച്ച് കാറിന്റെ കീ കാണാതെ പോയില്ലേ. അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് സൈൻ ഔട്ട്. എന്റെ കീ ഒന്ന് കാണാതെ പോയി. അതൊക്കെ കണ്ടുപിടിച്ചിറങ്ങിയപ്പോഴത്തേക്ക് 11:30 എന്നാലും ഭാഗ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്തിലേക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അവിടെ ലഞ്ച് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ നമുക്ക് സൗകര്യത്തിന് എപ്പോൾ വേണേലും കഴിക്കാമല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഹാഫ് മൂൺ ബീച്ചിലേക്കാണ്. ഹാഫ് മൂൺ ബീച്ചിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു ഇടാവേ. അപ്പം ഇത് ഇന്നലെ രാത്രി കണ്ട കോബാറിന്റെ പകലുള്ള ഭംഗിയാണ്. രാവിലെ കടൽ ഉൾവലിങ്ങി നിൽക്കുന്നത് രാവിലെ കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ശരിക്കും സത്യം പറയാൻ മറന്നുപോയി. നേരെ ശരിക്കും കോർണിഷി വന്നിട്ട് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഈ താക്കോല് ഇടയ്ക്ക് കാണാതെ പോയി. തുണി അടുക്കി വെക്കുന്ന സമയത്ത് മനു ബാഗിൽ തന്നെ താക്കോലിട്ട് ബാഗ് ക്ലോസ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് താക്കോല് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുള്ളൊരു താക്കോല് തപ്പി നടത്തുമായിരുന്നു. ഫുള്ള് കാറിൽ പോയി നോക്കുന്നു, കാറിനകത്തിട്ട് നീ അടച്ചോ എന്ന് പോയി നോക്കുന്നു. പിന്നെ റൂമിൽ ഫുള്ള് തപ്പുന്നു, എല്ലാ ബാഗും തപ്പി. ഈ മെയിൻ ബാഗ് മാത്രം തപ്പിയില്ല. ലാസ്റ്റ് ഈ മെയിൻ ബാഗും കൂടി ഫുള്ള് കുടഞ്ഞിട്ട് തപ്പിയപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് താക്കോല് കിട്ടുകയും ചെയ്ത്. അങ്ങനെ കുറേ ടൈം പോയി. അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനും കൂടി വന്നതുകൊണ്ട് മറന്നുപോയി. പിന്നെ രാവിലെ ഇത് കാണണമെന്ന് ഉള്ളത് മറന്നുപോയി. ഇപ്പം ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്താണ് അയ്യോ രാവിലെ പോയിട്ട് ഈ കടലിൽ ഉൾവലിഞ്ഞത് കാണണമല്ലോ എന്ന് വിചാരിച്ചതാണല്ലോ എന്ന് തന്നെ ഓർത്തത് ഇപ്പോഴാണ് ശരിക്കും. എന്തായാലും
എനിക്ക് തോന്നുന്നു ഈ എപ്പോൾ ദമാമി വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരാറുണ്ട്. ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് നമ്മൾ മരുഭൂമിയിൽ വണ്ടി ഇറക്കിയിട്ട് പുതഞ്ഞു പോയി. ഒരു പ്രാവശ്യം താക്കോല് കാറിനകത്തിട്ടിട്ട് കാറ് ലോക്ക് ചെയ്തു. ഇതുപോലെ ഓരോന്ന് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നോമ്പ് സമയം പെരുന്നാൾ സമയം ആകുമ്പോഴത്തേക്ക് ഓൺലൈൻ റിന്യൂ ക്ലോസ് ചെയ്യുമല്ലോ. അങ്ങനെ റിന്യൂ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ കുറേ എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ഈ കോബാറ് പകല് കാണാനാണെങ്കിലും രാത്രി കാണാനാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഹാഫ് മൂൺ ബീച്ചിലേക്കാണ്. പിന്നെ ഹാഫ് മൂൺ ബീച്ചിലെ കുറേ കാഴ്ചകൾ കണ്ടു. സ്പീഡ് ബോട്ട് ട്രാവൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. പിന്നെ നേരെ ഇത്ര പോയിട്ട് ഇത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്ര ശരിക്കും വെളിയിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തു പോയി. എന്തായാലും വന്നില്ലെന്ന് കരുതിയിട്ട് ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ശരിക്കും ഒരു 2.5 മണിക്കൂറോളം ഉള്ളിൽ പോയിട്ടുണ്ട്. അങ്ങനെ 2.5 മണിക്കൂർ പോയി. എനിക്ക് തോന്നുന്നു 5 മണിയോളം ആയിട്ടുണ്ടായിരുന്നു ഇത്രയും ഇറങ്ങിയിട്ട്. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് വഴിയിലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലഞ്ച് കഴിച്ചു. നല്ല അടിപൊളി ഊണായിരുന്നു, നല്ല സൂപ്പർ ഊണായിരുന്നു. എനിക്കൊന്ന് കോബാറ് വെച്ച് കഴിച്ചതിൽ ഏറ്റവും നല്ല സൂപ്പർ ഊണായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല വിശന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനേ പറ്റിയില്ല. ശരിക്കും ലഞ്ചൊക്കെ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ മാറ്റൊക്കെ വിരിച്ചിട്ട് നമുക്ക് വിശാലമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതാ. അതൊന്നും നടന്നില്ല. കാറിൽ തന്നെ ഇരുന്ന് എങ്ങനെയൊക്കെയോ കഴിച്ചു. കല്യാണിക്കും വാരി കൊടുത്തു. അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ യാത്രയും ഓരോ പ്രാവശ്യം ഇനി സെയിം സ്ഥലമാണ് പോകുന്നതെങ്കിൽ പോലും ഓരോ യാത്രയിലും ഓരോ എക്സ്പീരിയൻസാണ് കിട്ടാറ്. എന്തായാലും അടിപൊളിയായിരുന്നു യാത്ര. അല്ലെങ്കിലും യാത്രകളെല്ലാം എപ്പോഴും മനോഹരമാണല്ലോ. ഇത് സമയം ഞാൻ പറഞ്ഞില്ല, 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ദമാമിൽ ഫുള്ള് മൂടാപ്പായിരുന്നു. എന്തോ ഒരു ഫുള്ള് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു. നമുക്ക് ലോങ്ങിലേക്ക് കാണാനേ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല മൂടിക്കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതിന് കുറച്ച് വീഡിയോ എടുത്തത്. പിന്നെ 5:30 5:45 ആയിട്ടുള്ള തോന്നുന്നു നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദമാം കഴിഞ്ഞു. ഇനി വീട്ടിൽ ചെല്ലുന്ന കുറച്ച് ഇടയ്ക്ക് നമ്മൾ നിർത്തി പെട്രോൾ പമ്പിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കോഫി കുടിക്കാനും. കല്യാണിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ സമയത്തും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2-3 പ്രാവശ്യം നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നേരെ സേഫായിട്ട് റിയാദിലെത്തി. കല്യാണിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ആള് പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ആ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ഒരു ആവേശത്തിലായിരുന്നു. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ദമാമിൽ നിന്ന് വന്നപ്പോൾ റിയാദിലേക്ക് കൂടെ വന്നതാണ്. കുറച്ച് മീനുകളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ തണുപ്പായതുകൊണ്ട് എന്തായാലും ഐസ് അലിയില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ ദുബൈയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മീൻ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബൈയിൽ നിന്ന് വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കും. റിയാദിൽ നല്ല ഫ്രഷ് ഫിഷേ കിട്ടാറില്ല. ഇടയ്ക്ക് കിട്ടാറുണ്ട്, എന്നാലും അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. പക്ഷെ ദമാമിന്ന് ആ ഫിഷ് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, സീഷെല്ലിലെ, എന്നെ അടിപൊളി ടേസ്റ്റ് എന്നറിയോ. ഫ്രഷ് ഫിഷിനൊക്കെ ഇത്രയും ടേസ്റ്റ് പോയത് ചിന്തിച്ചു പോയി. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദമാമിന്ന് വന്നപ്പോൾ മീൻ മേടിച്ചിട്ട് വരാമെന്ന് തന്നെ വിചാരിച്ചത്. ഇപ്പം സമയം 6:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ലഞ്ചൊക്കെ കഴിക്കാൻ നല്ല ടൈം എടുത്ത്. എനിക്ക് തോന്നുന്നു 5 മണിയായപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. പക്ഷെ ഞങ്ങൾ 12 മണി ആയപ്പോഴത്തേക്ക് ലഞ്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ബീച്ചിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ കഴിക്കാന്നൊക്കെ വെച്ചു. പിന്നെ കുറച്ചും കൂടെ പോയിട്ട് കഴിക്കാന്ന് വെച്ച് നോക്കിയത്. പിന്നെ ഇത്രേ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് നല്ല ടൈം പോയി. അവിടെ കാണാൻ നിറയുണ്ടായിരുന്നു. അങ്ങനെ ടൈം പോയി. പിന്നെ ഒരു 5 മണിയായപ്പോഴാണ് കഴിച്ചത്. ഇപ്പൊ സമയം എന്താ? ഇപ്പൊ സമയം 6:50 ആയതേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. കല്യാണിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. പിന്നെ ഐസ്ക്രീം വാങ്ങാൻ കയറിയിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് പറയാം. ഇനി ഒരു 1 hour ട്രാവല്. അപ്പൊ ഇതേ ഒരു ബ്ലാക്ക് ടീ. നല്ല തണുപ്പുണ്ട് പുറത്ത്. അങ്ങനെ താ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ ഒന്ന് റൂമിൽ കൊണ്ടുവച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങണം. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. നമ്മുടെ ബാഗിന്ന് വിട്. നമ്മുടെ വീട്ടിലെത്തി. അതൊക്കെ കൊണ്ടുപോകാടാ, അതൊന്നും കുഴപ്പമില്ല.
ഇത്ര വലുത് മീൻ എങ്ങാ മീശേ? ഇത്രയും വലിയ മീനോ? വലിയ മീനുണ്ട്, ഞണ്ടുണ്ട്. ഐസ് എടുക്കട്ടെ? ഐസ് കൊള്ളൂല. Thinking about we can live 2 days in that hotel.